ഞാനിപ്പം നിങ്ങളോട് പ്രസംഗിക്കുന്ന എന്റെ തൊണ്ടയിൽ വെച്ച കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യന്റെ പ്രകാശോർജാൻ. കേരളത്തിൽ എന്താ സൂര്യൻ ഉദിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോസിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദിന് കയറ്റിയ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം കടത്തി തലശ്ശേരിക്കപ്പുറത്ത് മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൊട്ടിയൂര് പോന്ന വഴിക്ക് കണ്ണവത്തെ കാഞ്ഞാമ്പാസുവിന്റെ റേഷൻ പീടിയെ കൊണ്ടുവന്ന് അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 5 ദോശ ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജ്ജമാണ് എന്റെ തൊണ്ടയിലെ സ്വനപേടകത്തിന്റെ വൈബ്രേഷൻ ആകുന്ന ഒച്ചയായിട്ട് നിങ്ങൾ കേൾക്കുന്നത്. ആന്ധ്രയിൽ ഉദിച്ച സൂര്യനാണ് ഈ ശബ്ദം. എന്തുകൊണ്ട് കേരളത്തിൽ സൂര്യൻ ഉദിക്കുന്നില്ലേ? കേരളത്തിൽ നല്ല മണ്ണില്ലേ? കേരളത്തിൽ നല്ല വായുവില്ലേ? ആ സൗരോർജത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് കൃഷി. അതുകൊണ്ടാണ് 30% കാർഷിക മേഖലയ്ക്ക് നീക്കിവെക്കുന്നത്.